പറഞ്ഞു ബ്രോ. ഇന്ന് നമ്മൾ പോവാൻ പോകുന്നതാണ് ഒരു ഡാമിലോട്ട്. അതിന്റെ പേരേനാമല്ലോ ബക്രാനങ്കൽ ഡാം. ബക്രാനങ്കൽ ഡാം. എല്ലാവർക്കും നമസ്കാരം. ഹനി പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ യാത്ര ബക്രാനങ്കൽ ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ തേരി ഡാം, ഉത്തരാഖണ്ഡിലെ തേരി ഡാം കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ് ബക്രാനങ്കൽ ഡാം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാമാണ് ബക്രാനങ്കൽ ഡാം. ഹിമാചൽ പ്രദേശിൻ്റെയും പഞ്ചാബിൻ്റെയും ബോർഡറിൽ ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ എന്നുള്ള സ്ഥലത്താണ്, ബിലാസ്പൂർ ജില്ലയിലെ നങ്കൽ എന്നുള്ള സ്ഥലത്താണ് ബക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ബക്രാനങ്കൽ ഡാമിലേക്ക് പോകുന്ന കാഴ്ചകൾ കാണാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ട്രെയിറ്റ് ഗ്രാവിറ്റി ഡാമാണ് ബക്രാനങ്കൽ ഡാം എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെയും കൂടി കൂട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് പോകുന്നത്. ഞങ്ങൾ അദ്ദേഹത്തിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ക്വാർട്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 6:30ക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. നമ്മൾ നേരെ ചെല്ലേണ്ടത് ബക്രാനങ്കൽ ഡാമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു PRO ഓഫീസുണ്ട്. അപ്പോൾ PRO ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് പെർമിഷൻ എടുത്താൽ മാത്രമേ നമുക്ക് ഡാമിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പഞ്ചാബ് ബോർഡറിലാണ് ഈ PRO ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളങ്ങനെ അംബാലയിൽ നിന്നും ബക്രാനങ്കൽ ഡാമിൻ്റെ PRO ഓഫീസ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. 150 കിലോമീറ്ററാണ് അംബാല ക്യാൻറ്റിൽ നിന്ന് ബക്രാനങ്കൽ ഡാമിൻ്റെ PRO ഓഫീസിലേക്കുള്ള ദൂരം. ഇതിപ്പോൾ PRO ഓഫീസിൽ നിന്ന് സ്പെസിഫൈ ചെയ്ത് പറയാനുള്ള കാരണം PRO ഓഫീസിൽ ചെന്നിട്ട് അവിടുന്ന് പെർമിഷൻ എടുത്തിട്ട് പിന്നെയും നമ്മൾ കുറച്ച് കിലോമീറ്ററുകൾ മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഡാമിൻ്റെ എക്സാക്റ്റ് സൈറ്റിലെത്താൻ പറ്റുള്ളൂ. ബക്രാനങ്കൽ ഡാമിൻ്റെ ആകെ ഉള്ള ഹൈറ്റ് 226 മീറ്ററും ലെങ്ത്ത് എന്ന് പറയുന്നത് 518 മീറ്ററുമാണേ. അങ്ങനെ ഞങ്ങളുടെ യാത്രയിലെ ആദ്യത്തെ ടോൾ പ്ലാസയിലെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശംഭു ബോർഡറിൽ കൂടിയാണ്. ഹരിയാനയിലെ കർഷക സമരത്തിൻ്റെ സമയത്ത് പ്രശസ്തമായ ശംഭു ബോർഡറിലെ ഈ ബോർഡർ അടച്ചിട്ടാണ് ഹരിയാന പോലീസും ഡൽഹി പോലീസും ചേർന്ന് കർഷകർ ഡൽഹിയിലേക്ക് പോകുന്നത് തടഞ്ഞത്. വഴിയിൽ ഞങ്ങളൊന്ന് ഡീസൽ അടിക്കാൻ വേണ്ടി പമ്പിൽ കയറിയിട്ടുണ്ട്. 88 രൂപ 11 പൈസയായിരുന്നു അന്നത്തെ ഹരിയാനയിലെ ഡീസൽ റേറ്റ്. പക്ഷെ നേരെ മറിച്ച് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഹിമാചലിന് ഡീസൽ അടിച്ചപ്പോൾ ഹിമാചലിൽ 85 രൂപ മാത്രമായിരുന്നു ഡീസൽ പ്രൈസ്. ഇപ്പം നമ്മൾ ഹരിയാനയിലത്തെ അംബാല കഴിഞ്ഞിട്ട് പഞ്ചാബിലെ മൊഹാലിയിൽ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതെ രണ്ട് സൈഡിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്നുണ്ടാവും, മുഴുവൻ ഗോതമ്പ് പാടങ്ങളാണ്. ഇപ്പോൾ ഗോതമ്പിൻ്റെ കൊയ്ത്ത് സീസൺ ആയിട്ടില്ല, ഗോതമ്പ് ദേ വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഗോതമ്പ് കൊയ്യാറാവും. മൊഹാലി 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 പഞ്ചാബല്ലേ? എനിക്ക് ആ വീരേന്ദ്ര സെവാഗ് 300 അടിച്ച സ്റ്റേഡിയം ഒന്ന് കണ്ടാൽ കൊള്ളുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ധാബയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേ. അപ്പോൾ ഇവിടുത്തെ ധാബകളിലൊക്കെ ഇതേപോലെ നമ്മൾ നോർമൽ റെസ്റ്റോറൻറ്റ്സിലുള്ള പോലെ ടേബിളും ചെയറും ഉണ്ട്. അതുകൂടാതെ ഇതൊക്കെ ഉണ്ടോ, ഈ ചാർപ്പായിൽ നടുക്കൊരു പലകയോ അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ വെച്ചിരിക്കുന്നത് മാർബിൾ പ്ലേറ്റ് ആണ്, അത് വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിലിരുന്നിട്ടാണ് ആൾക്കാർ ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ ഇവിടുത്തുള്ളവർക്ക് അത് വലിയ ഇഷ്ടമാണ്. ഞാനും ഹനി ചാർപ്പായിലിരുന്ന് കഴിക്കാൻ തീരുമാനിച്ചു. മോൻത്തും രാമൻ സാറും ആണെങ്കിൽ അവർക്കത് അത്രയും കംഫർട്ടബിൾ അല്ലാത്ത കാരണം ടേബിളിലിരിക്കാൻ തീരുമാനിച്ചു. ഞാനും മോൻത്തും സാറും ഒരു ആലു പ്യാജ് പൊറോട്ടയും, ഹനിയാണെങ്കിൽ ആലു പൊറോട്ട മാത്രമായിട്ടാണ് ഓർഡർ ചെയ്തത്. വലിയ കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ വാവ് ഒന്നും പറയാനില്ല, എന്നാലും ഒരു ഓക്കെ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെയും PRO ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സ്ഥലത്ത് നിന്ന് എക്സാക്റ്റ് 100 കിലോമീറ്ററാണ് ബക്രാനങ്കൽ ഡാമിൻ്റെ PRO ഓഫീസിലേക്കുള്ളത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ പഞ്ചാബാണല്ലോ, അതുകൊണ്ട് എല്ലായിടത്തും ഗുരുദ്വാരകളാണ്. പിന്നെ റോഡിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ അംബാലയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ബക്രാനങ്കൽ ഡാമിൽ ചെല്ലുന്നത് വരെയും റോഡൊക്കെ നല്ല സൂപ്പർബ് റോഡായിരുന്നു. എവിടെയും ഒരു കുണ്ടും കുഴിയോ ഒന്നും ഇല്ലാണ്ട് പെർഫെക്റ്റ് റോഡായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാമാണ് ബക്രാനങ്കൽ ഡാം എന്നുള്ളത്. ഗ്രാവിറ്റി ഡാം എന്ന് വെച്ചാൽ കോൺക്രീറ്റും കല്ലും മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഡാമാണ് ഗ്രാവിറ്റി ഡാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
ഇത് മറ്റ് സപ്പോർട്ടിംഗ് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഡാം സ്വന്തമായിട്ട് വെള്ളത്തിൻ്റെ ഫോഴ്സിനെ ചെറുത്തു നിർത്തും. ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലമാണ് സർസാ നങ്കൽ. അത് കഴിയുമ്പോൾ വെറും നങ്കലെത്തും. അത് കഴിയുമ്പോൾ ബക്ര നങ്കലെത്തും. അങ്ങനെയാണ് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഡാം കൺസ്ട്രക്ഷൻ രീതിയാണ് ഗ്രാവിറ്റി ഡാം കൺസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത്. ജലസംഭരണത്തിനും വൈദ്യുതോൽപാദനത്തിനും വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് ഗ്രാവിറ്റി ഡാംസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ബക്രനങ്കൽ ഡാമിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഹിമാചലിലെയും പഞ്ചാബിലെയും കൃഷിസ്ഥലങ്ങളിലേക്ക് വേണ്ടിയുള്ള ജലസേചനവും, അതേപോലെ ഈ ഡാമിനോടനുബന്ധിച്ച് 2 ഹൈഡൽ പ്രോജക്റ്റുകളുണ്ട്. ആ 2 ഹൈഡൽ പ്രോജക്റ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനമാണ്. അതുകൂടാതെ പഞ്ചാബിലെയും ഹിമാചലിലെയും വെള്ളപ്പൊക്ക നിവാരണത്തിലും അല്ലെങ്കിൽ വെള്ളപ്പൊക്കം തടയുന്നതിലും ഈ ബക്രാനങ്കൽ ഡാം ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള ഒരു ഭംഗിയുള്ള റോഡിൻ്റെ നടുക്കുള്ള റൗണ്ട് ബോട്ടാണിത്. ഇനി നമ്മൾ പോകുന്ന വഴി തന്നെ ഒരു പ്രശസ്തമായ ഗുരുദ്വാരയുണ്ട്. പഞ്ചാബിലെ രൂപ്നഗർ ജില്ലയിലുള്ള ഒരു പ്രശസ്തമായ ഗുരുദ്വാരയാണ് അനന്ത്പൂർ സാഹിബ്. അത് സിഖ് കമ്മ്യൂണിറ്റിയായ ഖൽസയുടെ ജന്മസ്ഥലമായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇവിടെ ആൾക്കാർ യാത്ര ചെയ്യുന്ന മാർഗ്ഗങ്ങൾ കണ്ടു. നിങ്ങളിങ്ങനെ പല വിധത്തിൽ ബസ്സിലും ഓട്ടോയിലും ഒന്നും അല്ലാണ്ട് ഇങ്ങനത്തെ വണ്ടികളിലൊക്കെ അവർ ധാരാളമായിട്ട് യാത്ര ചെയ്യേ. അപ്പോൾ ഇവരൊക്കെ ഈ പറഞ്ഞ അനന്ത്പൂർ സാഹിബിലേക്ക് പോകുന്നവരാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഒരു കവാടം കണ്ടില്ലേ, ഇത് അനന്ത്പൂർ സാഹിബ് ഗുരുദ്വാരയുടെ കവാടമാണ്. അപ്പോൾ ഈ അനന്ത്പൂർ സാഹിബ് ഗുരുദ്വാരയിലാണ് ഇവരുടെ 10ാമത്തെ ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗ് താമസിച്ചതും സിഖ് കമ്മ്യൂണിറ്റീനെ നയിച്ചതും. അപ്പോൾ ഈ ഗുരുദ്വാരയുടെ പേരുള്ള ബസ് സ്റ്റേഷനാണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഗുരുദ്വാരയുടെ പേരിൽ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. അത്രയും തീർത്ഥാടകർ ദിവസവും എത്തിച്ചേരുന്ന ഒരു പ്രശസ്തമായ ഗുരുദ്വാരയാണ് അനന്ത്പൂർ സാഹിബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ഹിമാചൽ സൈഡിൽ നിന്ന് വരുമ്പോൾ ഉള്ള അനന്ത്പൂർ സാഹിബിൻ്റെ കവാടമാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട അനന്ത്പൂർ സാഹിബ് ബസ് സ്റ്റേഷൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് അനന്ത്പൂർ സാഹിബ് ഗുരുദ്വാര സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് എന്തായാലും അത് സന്ദർശിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് അതിനൊരു പ്രാവശ്യമാവട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ബക്രാനങ്കൽ ഡാം ലക്ഷ്യമാക്കിയിട്ട് മുമ്പോട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബോർഡ് കാണാം, ബക്ര ബിയാസ് മാനേജ്മെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറയുന്നത് 1966 സ്ഥാപിതമായ ഒരു ഗവൺമെൻറ് ഏജൻസിയാണ്. ബക്രാനങ്കൽ ഡാം പ്രോജക്റ്റും അതേപോലെ ബിയാസ് നദിയിലത്തെ പ്രോജക്റ്റുകളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പറഞ്ഞില്ലല്ലോ, ബക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിക്ക് കുറുകെയാണേ. അങ്ങനെ നമ്മളിത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തോട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹൈവേ നിന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ ബക്രാനങ്കൽ ഡാമിൻ്റെ സൈറ്റിലേക്ക് പോകേണ്ടത്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ചെറിയ സത്ലജ് റിവറിൻ്റെ കൈവഴിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത്രയും ക്ലീനായ നല്ല ബ്ലൂ കളറിൽ നീല നിറത്തിലുള്ള വെള്ളം, അത്രയും ക്ലീനായ നീലയാണോ പച്ചയാണോ എന്നൊക്കെ നമുക്ക് വിവേചിച്ചറിയാൻ പറ്റാത്ത വിധം ഭംഗിയുള്ള ഒരു കൈവഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ആ കൈവഴിയുടെ റൈറ്റ് സൈഡിൽ കൂടെയാണ് നമ്മൾ അകത്തോട്ട് പോകുന്നത്. അപ്പോൾ PRO ഓഫീസിൽ പോയിട്ട് ഇപ്പോൾ നമുക്ക് ഏത് പബ്ലിക്കിനും ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലമാണ് ബക്രാനങ്കൽ ഡാം സൈറ്റ് എന്നുള്ളത്. പക്ഷെ അവിടെ പോകുന്നതിന് നമുക്ക് പെർമിഷൻ എടുക്കണം, നേരത്തെ പറഞ്ഞ PRO ഓഫീസിൽ നിന്ന്. അപ്പോൾ പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കൊരു പെർമിഷൻ സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് കാണിച്ചാൽ മാത്രമേ നമുക്ക് അകത്തോട്ട് പ്രവേശനമുള്ളൂ. പക്ഷെ അകത്തോട്ട് പ്രവേശനം എന്ന് പറഞ്ഞാൽ ആ സ്ലിപ്പ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഡാമിൻ്റെ പുറത്തുനിന്ന് കാണാമെന്നുള്ളതല്ലാണ്ട് ഡാമിൻ്റെ അകത്തേക്കൊന്നും പ്രവേശനമില്ല. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു നൈബറിൻ്റെ കസിൻ അവിടുത്തെ ചീഫ് എൻജിനീയറാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ പോകുന്നതിൻ്റെ തലേദിവസം തന്നെ ഇവിടുത്തെ PROനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് അവിടെ അകത്ത് ചെന്നിട്ട് അവിടുത്തെ നെഹ്റു മ്യൂസിയവും ഡാമിൻ്റെ അകത്തൊക്കെ കാണാൻ സാധിച്ചു. പക്ഷേ ഡാമിൻ്റെ പരിസരത്തൊന്നും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അനുവദനീയമല്ല. ഇതിപ്പോൾ ഞങ്ങൾ PRO ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ആ ഹൈവേ വരെ വന്ന വഴിയൊക്കെ നല്ല വഴിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹൈവേന്ന് അകത്തോട്ട് കയറി കഴിയുമ്പോൾ റോഡ് നല്ലതാണ്, പക്ഷെ കുറച്ച് ഇടുങ്ങിയ നാരോ ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ ഒരു വണ്ടിക്കൊക്കെ കഷ്ടിച്ച് പോകാൻ പറ്റുന്ന വിധത്തിൽ മാത്രമാണ് ചില സ്ഥലത്തൊക്കെ വീതിയുള്ളത്. ഇതൊക്കെ ഇപ്പം നമ്മളുള്ളത് പഞ്ചാബിലാണ്. PRO ഓഫീസും പഞ്ചാബിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് മുമ്പോട്ടാണ് ഹിമാചൽ തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് PRO ഓഫീസിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണാം.
നമ്മൾ ഇപ്പോൾ കണ്ട സത്ലജ് റിവറിൻ്റെ കൈവഴീൻ്റെ സൈഡിലുള്ള ഒരു അമ്പലമാണേ, ഒരു വലിയ ശിവമന്ദിറാണ്. അപ്പോൾ നമുക്ക് ഈ ശിവമന്ദിറിൻ്റെ സൈഡിൽ കൂടെ ഈ താഴെ ഈ കൈവഴിയിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്സൊക്കെ ഉണ്ട്, അവിടെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതിനൊന്നും സമയമില്ലാത്ത കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഓൾറെഡി 10:30 സമയം. നമ്മൾ ഒരു 10 മണിക്കെങ്കിലും എത്തണമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ആയിട്ട് ഇത്തിരി സമയം പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഡാം കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെയുള്ള ഒരു ശക്തിപീഠമായ നൈനാദേവി മന്ദിറിലും കൂടി പോകേണ്ടതുണ്ട്. അത് കാരണമാണ് ഞങ്ങൾ ഇത്തിരി ധൃതി വയ്ക്കുന്നത്. അങ്ങനെ ഞങ്ങൾ PR ഓഫീസിൻ്റെ അടുത്തെത്തി. അങ്ങനെ ഞങ്ങളിത് PR ഓഫീസിൻ്റെ മുമ്പിലെത്തി. ഒരു കുഞ്ഞ് ഓഫീസാണേ, അത്ര വലുതൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ മുമ്പിൽ വലിയ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ചീഫ് എഞ്ചിനീയർ പറഞ്ഞ് PROനെ കാണാൻ വേണ്ടി അകത്തേക്ക് പോവാണേ. ഡാം വിസിറ്റിനുള്ള പെർമിറ്റ് എന്നുള്ളത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതിന് നമ്മൾ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രൊഫൈൽ ഓഫ് ഇറിഗേഷൻ ഗ്രിഡ് ആണ്, കണ്ടോ. അങ്ങനെ ഞങ്ങൾ അതേ ഓഫീസിലെത്തി. ഇപ്പോൾ നേരത്തെ അദ്ദേഹം ചീഫ് എഞ്ചിനീയർ വിളിച്ച് പറഞ്ഞ കാരണം ഞങ്ങളെ അവരെ അകത്തേക്ക് ഇരുത്തി അതിനുള്ള സ്പെഷ്യൽ പെർമിഷൻ സ്ലിപ്പ് തന്നു. പിന്നെ ബക്രാനങ്കൽ ഡാമിൻ്റെ ഒരു ബ്രോഷറും ഒക്കെ തന്നു. അപ്പോൾ ഇതാണ് ഓഫീസിൻ്റെ അകത്തേക്കുള്ള എൻട്രി. അപ്പോൾ ഇവിടെയാണ് നോർമലി നമ്മൾ പെർമിഷൻ എടുക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് നോർമലി പെർമിഷൻ കിട്ടുക. ഇതിപ്പോൾ ഞങ്ങൾക്ക് സ്പെഷ്യൽ പെർമിഷൻ ഉള്ള കാരണം ഞങ്ങൾ ഓഫീസിൻ്റെ അകത്ത് കയറി. ഇതാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ പെർമിഷൻ സ്ലിപ്പ്. അപ്പോൾ അവിടെ ഓൾറെഡി നേരത്തെ പറഞ്ഞു വെച്ചാണ് ഞങ്ങൾ ആധാർ കാർഡൊക്കെ എടുത്തിട്ടാണ് പോയത്. പെർമിഷൻ ഡാം വിസിറ്റിന് വേണ്ടിയുള്ള പെർമിഷൻ കിട്ടുന്നതിന് വേണ്ടി ഒരു വാലിഡ് ID കാർഡ് നിർബന്ധമാണ്. ഞങ്ങൾ അങ്ങനെ അകത്ത് കയറി അദ്ദേഹം ഞങ്ങൾക്ക് പെർമിഷൻ സ്ലിപ്പൊക്കെ തന്നു. പിന്നെ അതുകൂടാണ്ട് ഡാമിൻ്റെ ഒരു ബ്രോഷറും തന്നു, എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതിനെ കുറിച്ച്. പിന്നെ അവിടെ അകത്ത് നമുക്ക് ഈ പെർമിഷൻ സ്ലിപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വണ്ടിയും കൊണ്ട് അകത്ത് ഡ്രൈവ് ചെയ്ത് പോയിട്ട് ബക്രാനങ്കൽ ഡാമിൻ്റെ ഔട്ടർ വ്യൂവും ഗോവിന്ദ് സാഗർ ലേക്ക്, അതായത് ബക്രാനങ്കൽ ഡാമിൻ്റെ റിസർവയറിൻ്റെ പേരാണ് ഗോവിന്ദ് സാഗർ ലേക്ക് എന്നുള്ളത്, അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂവും കാണാൻ വേണ്ടി മാത്രമുള്ള പെർമിഷനാണ് നോർമൽ ഡാം വിസിറ്റ് പെർമിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ട് നമ്മൾ അകത്ത് കയറുമ്പോൾ ആദ്യം ഒരു പഞ്ചാബ് പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ കാണിക്കണം. അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഹിമാചൽ പോലീസിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ കാണിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുക. എന്തായാലും ഞങ്ങൾ പെർമിഷൻ സ്ലിപ്പൊക്കെ എടുത്ത് ബ്രോഷർ വാങ്ങിച്ച് പിന്നെ അദ്ദേഹം അവിടെയുള്ള ഒരു റിസോർട്ടിനെ കുറിച്ചും ബോട്ടിങ്ങിനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു PRO. അപ്പം ഞങ്ങൾ എന്തായാലും ഡാമിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോവുകയാണേ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് PRO ഓഫീസിലെത്തുന്നത് വരെയുള്ള വിശേഷങ്ങളായിരുന്നു. അപ്പോൾ ഡാമിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.